മത്തായിയുടെ സുവിശേഷമാണ് നമ്മുടെ വിഷയം. 1 അധ്യായം മുതൽ നമ്മളിങ്ങനെ പഠിച്ചു വരികയാണ്. ഇപ്പോൾ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ വായിപ്പാനിടയായത്. ഇന്നത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരല്പം കടുപ്പം എന്ന് തോന്നിയേക്കാം, എങ്കിൽ പോലും അതിനകത്തൂടെ ദൈവിക ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയട്ടെ. വളരെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം, ഇവിടെ മോശയുടെ ന്യായപ്രമാണത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ 3-4 വാക്യത്തിനകത്ത് ഈ 3 കാര്യങ്ങളാണ് വ്യക്തമായി സംസാരിപ്പാൻ ഇടയാകുന്നത്. ഈ തിരുവചനത്തിൽ പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലതൊക്കെ മനസ്സിലാക്കാതെ വരുന്ന ഒരു ചിന്ത നമുക്ക് സ്വാഭാവികമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, മോശയുടെ ന്യായപ്രമാണം, നീതി, സ്വർഗരാജ്യം, ഈ 3 കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മോട് ദൈവം സംസാരിക്കുന്നത്. ദൈവം നമ്മളെ യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നശിപ്പിക്കുവാനല്ല, അവ നിറവേറ്റാൻ അത്രേ വന്നതെന്ന് തിരുവെടുത്ത് പറയുന്നു. അപ്പോൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്ന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള തുടർച്ചയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് വേർഡ് പ്ലെറോസൈ എന്നാണ്. പ്ലെറോസൈ അതായത് ഇല്ലാതാക്കുക എന്നല്ല, പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക, യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഇതിന്റെ അർത്ഥം. യേശുനാഥൻ അവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ, ഞാൻ ന്യായപ്രമാണം നശിപ്പിക്കാനല്ല, എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് അവയൊക്കെ ഒന്ന് നിറവേറ്റാനാണ് വന്നത് എന്നാണ് യേശു ഇവിടെ വ്യക്തമാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സത്യം ഇതാണ്, ന്യായപ്രമാണത്തെ ഒരു വിത്ത് പോലെ കരുതുക എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കുവാൻ, ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കുവാൻ പഴയ നിയമത്തിൽ ന്യായപ്രമാണം ഒരു പരിധിവരെ സഹായിച്ചുവെങ്കിലും അതിനപ്പുറത്തേക്ക് ദൈവത്തോട് അടുപ്പിക്കുവാൻ യേശുക്രിസ്തു മുഖാന്തരം കഴിയുമെന്ന് ഇവിടെ തിരുവെഴുത്ത് വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. അപ്പൊ ന്യായപ്രമാണത്തെ ഒരു വിത്ത് പോലെ ആയിരിക്കുമ്പോൾ ആ വിത്തിൽ നിന്ന് വളരുന്ന പുഷ്പമാണ് ആര്? യേശുക്രിസ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുക, അവൻ ഒരിക്കലും ആ വിത്ത്, അതായത് ന്യായപ്രമാണത്തെ വലിച്ചെറിഞ്ഞില്ല, അവൻ അതിന് പൂവിടുകയാണ് ചെയ്തത്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, യേശുക്രിസ്തു ന്യായപ്രമാണത്താൽ പൂർണ്ണമായി ജീവിക്കുക മാത്രമല്ല, ദൈവവചനത്തിന്റെ ശക്തിയോടും നിയമത്തോടും ഏകീഭവിച്ച് സകലരെയും സ്വതന്ത്രരാക്കുവാൻ യേശുക്രിസ്തു തയ്യാറായി എന്ന് ഈ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് ബോധ്യമാകുന്ന നിലയിൽ ഞാൻ സംസാരിച്ചു കൊള്ളട്ടെ. ഇവിടെ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, പഴയ നിയമത്തിൽ പാപത്തിന് പരിഹാരമായിട്ട് യാഗങ്ങളെയാണ് അർപ്പിക്കുക. എന്നാൽ യേശുക്രിസ്തു നമുക്ക് അന്തിമ യാഗമായി മാറി. അതുകൊണ്ട് ഇനിയും പഴയ നിയമപ്രകാരം ഒരു മൃഗത്തെ കൊണ്ട് യാഗം അർപ്പിച്ചൊരു പാപമോചനത്തിന്റെ ആവശ്യമില്ല എന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. ഓക്കെ, അതുകൊണ്ട് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ന്യായപ്രമാണത്തെ യേശു വിവിധ നിലകളിലാണ് പൂർത്തീകരിപ്പാനിടയായത്. ഒന്നാമതായി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കോപം എന്ത് ചെയ്തിരിക്കുന്നു? കൊലപാതകമായി മാറി. മോഹം എന്താണ് സംഭവിച്ചത്? വ്യഭിചാരമായി മാറി. അതാണല്ലോ തിരുവെഴുത്ത് മത്തായിയുടെ സുവിശേഷം 21 മുതൽ 48 വരെയുള്ള വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തു ന്യായപ്രമാണത്തെ ഒരിക്കലും നിരസിക്കുന്നില്ല, അതിനെ തുടച്ചു മാറ്റുന്നില്ല, അതിനെ ഉപേക്ഷിച്ച് കളയുന്നില്ല. മറിച്ച് ആ ന്യായപ്രമാണത്തിന്റെ മഹത്വം യേശുക്രിസ്തു തന്നെ അത് വെളിപ്പെടുത്തുവാനിടയായി എന്നാണ്. ഓക്കെ, അപ്പൊ ന്യായപ്രമാണം ഒരു തടവറയാണെന്ന് പറയുന്ന ഒരു ആളുകളുടെ മധ്യത്തിൽ ദൈവം പറയുന്നു, ന്യായപ്രമാണം ഒരു തടവറയല്ല, ഒരു ബന്ധനമല്ല. എന്നാൽ അതിലൂടെ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന കൃപയാൽ ദൈവത്തോട് അടുക്കാൻ കഴിയുമെന്ന് ഇവിടെ തെളിയിച്ചു കാണിക്കുകയാണ്. എല്ലാ ദൈവമക്കളും ഒന്ന്
ക്ഷമയോടെ ഇരിക്കണേ. മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു അത് പൊളിച്ചു കളഞ്ഞില്ല. എന്ത്? ന്യായപ്രമാണത്തെ. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ദൈവവചനം പറയുന്നു, സ്നേഹത്തോടെ പഴയ നിയമത്തിലെ എല്ലാ തിരുവെഴുത്തുകളെയും യേശു ക്രിസ്തുവിലൂടെ നിറവേറ്റപ്പെടുവാനിടയായി. പഴയ നിയമത്തിലെ കൽപ്പനകൾ ഒരു കല്ലായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ അത് മാംസമായി മാറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളെല്ലാം എഴുതപ്പെട്ട പ്രമാണങ്ങളായിരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു ആ തിരുവെഴുത്തുകളെ നമ്മുടെ ഹൃദയത്തിൽ തരുവാൻ ഇവിടെ മുൻഗണനയോടെ അല്ലെങ്കിൽ മുഴു ബലത്തോടെ യേശു മുന്നോട്ട് വന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവ പൈതലേ, പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ജനത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ട് യാഗം അർപ്പിച്ചുവെങ്കിൽ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി യാഗമായി മാറി എന്ന് ആര് പറയുന്നു? യേശു ക്രിസ്തു പറയുന്നു. എബ്രായ ലേഖനം പഠിക്കുക, 4-ാം അധ്യായത്തിൽ 15-ാം വചനം ഇങ്ങനെ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഓക്കെ, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക. അപ്പൊ എത്ര വലിയ സ്വാതന്ത്ര്യമാണ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ നിയമങ്ങളും വ്യവസ്ഥകളും മനുഷ്യനെ വളരെ കഷ്ടപ്പെടുത്തിയെങ്കിൽ യേശുക്രിസ്തു മുഖാന്തര കൃപയുടെ മാർഗം കാണിച്ചു തന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ഏത് നിമിഷവും യേശുക്രിസ്തുവിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നേക്കുമായി യാഗമായി യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ മാറിയെന്ന് ഈ തിരുവെഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങളെ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇനി ഒരു പഴയ നിയമ പുരോഹിതമായ ഒരു ചടങ്ങുകളോ പഴയ നിയമ പുരോഹിതന്മാരുടേതാകുന്ന ഒരു ശുശ്രൂഷകളോ ഇവിടെ ദൈവം ആവശ്യപ്പെടുന്നില്ല. ഇവിടെ എന്നേക്കുമായി യേശു ക്രിസ്തു മുഖാന്തര സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായി യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് ഇവിടെ ശക്തവും വ്യക്തമായി സംസാരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമായി മാറിയവൻ യേശു ക്രിസ്തുവാണെന്ന് തെളിയിച്ചുകൊണ്ട് സകല പാപത്തെയും സകല ശാപത്തെയും സകലവിധമായ ദുഷ്ടശക്തിയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് എന്നേക്കുമായി ഒരു ദൈവവൈതലിനെ ക്രിസ്തുവിനോട് അടുപ്പിക്കുവാൻ, ദൈവവുമാകുന്ന ബന്ധത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ഇവിടെ ഏക രക്ഷകനും മധ്യസ്ഥനും പുരോഹിതനുമായി ഒരേ ഒരുവനേ ഉള്ളൂ എന്ന് യേശു ക്രിസ്തുവിലൂടെ ഇവിടെ തെളിയിച്ചു തരുന്നു എന്ന് ഈ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരിക. ഓക്കെ, അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ഹനനയാഗത്തെക്കാൾ ദൈവം ഇച്ഛിക്കുന്നത് സർവാംഗ ഹോമങ്ങളിലേക്കാൾ ഭാവയാഗങ്ങളെക്കാൾ ദൈവം ഇച്ഛിക്കുന്നത് തന്നെത്താൻ തന്റെ ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു മാറിയതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ശരീരം ഒരു ബലിയായി മാറണം, ഒരു യാഗമായി മാറണമെന്ന് ഇവിടെ തിരുവെഴുത്ത് നമ്മളെ കുറിച്ച് സംസാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ മനസ്സിലാക്കണ, ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു നിഴലാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 1-ാം വാക്യം അത് പറയുന്നുണ്ട്. ന്യായപ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ഒരു നിഴലാണ്. വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അത്രേ അതേ യാഗങ്ങളാണ്. അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഈ തിരുവെഴുത്തിൽ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പ്രിയരെ, പഴയ നിയമ ഗ്രന്ഥമാകുന്ന പഞ്ചഗ്രന്ഥമാകുന്ന ന്യായപ്രമാണ ഒരു നിഴലായിരിക്കെ സാക്ഷാൽ യേശു ക്രിസ്തു നമുക്ക് മധ്യേ ഒരു വെളിപ്പാടായി പൂർണ്ണ രൂപമായി പൂർണ്ണ മഹത്വത്തോടെ ശക്തിയോടെ രക്ഷയ്ക്കായി ഉദ്ധാരണക്കാരനായി സമാധാന പുത്രനായി വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയധികം സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. വിശ്വസിക്കേണ്ട എല്ലാവർക്കും നീതി ലഭിക്കേണ്ടതിന് ന്യായപ്രമാണത്തിന്റെ അവസാനമായി യേശു ക്രിസ്തു വന്നു എന്ന് പറയുമ്പോൾ
അതിൽ എത്രമാത്രം നാം സന്തോഷം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കും. യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമെന്ന് റോമാലേഖനം 10:4 ഉറപ്പിച്ചു പറയുകയാണ്. ഇവിടെ നമുക്ക് വീണ്ടും ആഴത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചിന്തകൾ ഇതാണ്. യേശുവിന്റെ കാലത്ത് ന്യായപ്രമാണം അഥവാ തോറ, പ്രവാചകന്മാർ, അതായത് നബി, ഈ രണ്ട് കാര്യങ്ങൾ യഹൂദ തിരുവെഴുത്തുകളെ മുഴുവൻ ഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതായത് പരീശന്മാരും സദൂക്യരും നീതിയുടെ കാവൽക്കാരായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവർ ന്യായപ്രമാണത്തെ എന്താണ് പ്രിയമുള്ളവരെ സൂക്ഷ്മമായി പിന്തുടരുന്നവരാണ്. പക്ഷെ വിഷയം ഇതാണ്, ഈ പരീശന്മാരും സദൂക്യരിലും ന്യായപ്രമാണത്തെ കുറിച്ച് അവർ വളരെ ഗ്രാഹ്യത്തോടെ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുന്നുവെങ്കിലും അവരിൽ എന്തില്ല? ഈ ന്യായപ്രമാണത്തിലുള്ള ആത്മാവില്ല എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. അതായത് ഈ തോറയിലുള്ള നബി വചനങ്ങളിലുള്ള ആത്മാവ് ഇവർക്കില്ല എന്ന് ഇവിടെ യേശു കർത്താവ് വ്യക്തമായി സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയൊന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. അപ്പോൾ നമുക്ക് പഴയ നിയമ ഗ്രന്ഥങ്ങൾ നിലനിൽക്കെ, പുതിയ നിയമ പുസ്തകങ്ങൾ നിലനിൽക്കെ നമുക്ക് ആവശ്യമായ ഒരു ഘടകമെന്ന് പറയുന്നത് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ആത്മാവിനെ സ്വീകരിക്കണമെന്നുള്ളതാണ്. ആത്മാവിനാൽ എഴുതപ്പെട്ട ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിലകൊള്ളണം. ബൈബിൾ സത്യങ്ങൾ മുഴുവൻ നമുക്കറിയാമെങ്കിലും, വചനങ്ങൾ മനഃപ്പാഠമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചെങ്കിലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആത്മാവിനാൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്ന അയ്യോ അരിഷ്ട മനുഷ്യൻ, ഇവൻ നരകതുല്യനാണ് എന്നാണ്. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നാം നീതി എന്ന് പറയുന്നെങ്കിൽ ആ നീതി ദൈവത്തിന്റെ നീതിയായിരിക്കണം. ഉറക്കെ കൂടെ ഞാൻ പറയട്ടെ, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണമെന്ന് ഇവിടെ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പരീശന്മാർ എന്താണ് ചെയ്തു വരുന്നതെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? അവര് നിയമം എന്ത് ചെയ്യും? അതിന്റെ രൂപത്തിലാണ് പാലിക്കുന്നത്. പക്ഷെ അത് അവർക്ക് എന്തില്ല? അവർക്ക് ആത്മാവില്ല. അവർ ആ വചനത്തിന്റെ ആത്മാവിലല്ല, അവർ മാനുഷികമായ പാരമ്പര്യങ്ങളെയാണ് അവർ കൂട്ടിച്ചേർക്കുവാനിടയാകുന്നത്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്ന മർക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 8-ാം വചനം ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തിന്റെ സ്നേഹത്തെയും സത്യത്തെയും ഗ്രഹിച്ചറിയണമെന്ന് പറയുന്നു. കപടഭക്തിക്കാരെ നിങ്ങളെ കുറിച്ച് യെശയ്യാ പ്രവചിച്ചത് എന്താണ്? ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകർന്നിരിക്കുന്നെന്നാണ്. അവിടെ എന്താണ് പറയുന്നത്? മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യുന്നു? വ്യർത്ഥമായിട്ടാണ് ആരാധിക്കുന്നത്. അപ്പൊ മാനുഷിക കൽപ്പനകൾ വേറൊരു വശത്ത്, ദൈവത്തിന്റെ കൽപ്പനകൾ വേറൊരു വശത്ത്. പക്ഷെ ഇവിടെയുള്ള ആളുകൾ, പരീശന്മാരായാലും സദൂക്യരായാലും ഈ ലോകത്തിലെ ദൈവവിശ്വാസികളായാലും അവർ മാനുഷിക കൽപ്പനകളെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്തു സംഭവിക്കുന്നു? ദൈവത്തിന്റെ കൽപ്പനകളെ എന്ത് ചെയ്യുന്നു? അവർ മറക്കുന്നു. വ്യർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരെ മാറുകയാണ്. അതുകൊണ്ട് ദൈവം വളരെയധികം ശാസിക്കുവാനിടയാകുകയാണ്. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, നാം ഒരു ദൈവ പൈതലായിരിക്കെ, ഒരു ക്രിസ്ത്യാനി ആയിരിക്കെ, യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ബൈബിളിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. മതത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന പാരമ്പര്യങ്ങളുണ്ട്, മതത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്, മതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. അത് ഒക്കെ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുമെന്നാണ് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ തയ്യാറാക്കി കൊണ്ടുവരുന്ന പുസ്തകത്തെക്കാൾ, കൽപ്പനകളെക്കാൾ, ആചാരങ്ങളെക്കാൾ, അനുഷ്ഠാനങ്ങളെക്കാൾ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടുന്നത് ഈ വിശുദ്ധ ബൈബിളിലെ സത്യമാണ്, ഈ വിശുദ്ധ ബൈബിളിലുള്ള ആത്മാവാണ്, ഈ വിശുദ്ധ ബൈബിളിലുള്ള ദൈവിക പ്രമാണത്തെയാണ് നമുക്ക് ആവശ്യം. വിശുദ്ധ കാര്യങ്ങളോട് തിരിച്ചുകൂടി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്ക എന്നും അപ്പനെ അമ്മയെ പ്രാകുന്നവൻ മരിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെ സംസാരിക്കുന്നത് 11-ാം വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതോ വഴിപാടെന്ന് അർത്ഥമുള്ള ഖുർബാൻ
എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തന്റെ അപ്പനെയോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നുമില്ല. ദൈവവചനം പറയുന്നു, തിരുവെഴുത്ത് പറയുന്ന അപ്പനെ അമ്മയും ബഹുമാനിക്കണം, അപ്പനെ അമ്മയും പ്രാകരുത് എന്നുള്ള പ്രമാണം ഇരിക്കെ അപ്പനും അമ്മയ്ക്കും അർഹതപ്പെട്ട് കിട്ടുന്ന സ്നേഹവും അനുഗ്രഹവും സമ്പത്തും ഇവിടെ മാനുഷ്യ കൽപ്പനയിലേക്ക് മാറുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പ്രദായത്തിലേക്ക്, മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന കൽപ്പനകളിലേക്ക് കടന്നു വരുന്ന നിമിത്തം ആളുകൾ അപ്പനെ അമ്മയെ മറക്കുന്നു. അല്ലെങ്കിൽ അപ്പനമ്മയ്ക്ക് ലഭിക്കേണ്ട സ്നേഹവും കൈത്താങ്ങലും കരുതലും ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായുള്ള അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തന്റെ അപ്പനെയോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. അപ്പോൾ മാനുഷികമായ കൽപ്പനകളാൽ ദൈവകൽപ്പന എന്ത് ചെയ്യുന്നു? ദുർബലമാക്കുന്നു എന്ന് ഈ തിരുവെടുത്ത് നമ്മോട് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവവൈദ്യലെ, പുറത്തു നിന്നും മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. എന്നാൽ അവനിൽ നിന്നും പുറപ്പെടുന്നത് എത്ര മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താന്ന് ഓർമ്മിച്ചാട്ട്, നമുക്ക് നമ്മുടെ കുടുംബത്തെക്കാൾ കുഞ്ഞുങ്ങളെക്കാൾ അപ്പുറത്ത് ദൈവകൽപ്പനയാകുന്ന അപ്പനെ അമ്മയെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വളരെ അപ്പുറത്ത് വേറൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കെ ഇവിടെ മാനുഷിക സമ്പ്രദായങ്ങൾ പറയുന്നു, അവൻ സംഘടനകളിലേക്ക്, സമൂഹത്തിലേക്കുള്ള ഇതരപരമായ കാര്യങ്ങളിലേക്ക്, മതപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സമ്പത്തും കൈമാറണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്ന സ്ഥിതിക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? യഥാർത്ഥമായ ദൈവിക സ്നേഹം നഷ്ടപ്പെടുന്നു. മാതാപിതാക്കളോടുള്ള കടപ്പാട് മറന്നു പോകുന്നു എന്ന് ഈ തിരുവെടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ അത് വ്യക്തമാക്കാം. മത്തായിയുടെ സുവിശേഷം ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? 23-ാം അധ്യായം 23-ാം വചനം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം, പിന്നെന്താ പറയുന്നത്, ജീവിയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കണമേറിയ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അതല്ലേ പറയുന്നത്? അത് ചെയ്യുകയും ഇത് ചെയ്യാതിരിക്കുകയും വേണം. അപ്പോൾ എന്താണ് മനസ്സിലാക്കുക? അവർ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദശാംശവും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. തുളസിയും ചതുകുപ്പയും ജീരകവും എല്ലാം, പതാരം ഉൾപ്പെടെ എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാമോ? ന്യായവും കരുണയും വിശ്വസ്തതയുമാണ്. നമ്മൾ എത്രയധികം ദാനധർമ്മങ്ങൾ ചെയ്താലും, ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്താലും അത് മനസ്സ് തുറന്ന് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നീതിയോടെ, സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, നന്ദിയോടെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ന്യായപ്രമാണത്തിലെ കണമേറിയവ നമ്മൾ ത്യജിച്ചു കളയാണ്. പക്ഷെ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ വായിക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്നും വളരെ ദൂരെയാണ്. കാരണം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കരുണയും വിശ്വസ്തതയും നീതിയും സത്യസന്ധതയും നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരു ശരീരം എന്ന പോലെ മുന്നോട്ട് പോകുകയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിനകത്ത് ദൈവവചനം എന്ന ആത്മാവില്ല എന്ന് ഈ വചനം ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? അപ്പനമ്മയെ കൂടെയുണ്ട്, സഹോദരങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ നിങ്ങൾ അഭിമാനത്തോട് പറയുമ്പോൾ അപ്പനെ അമ്മയെ കാണേണ്ടതുപോലെ കാണാൻ കഴിയാതെ, മനസ്സിലാക്കാൻ കഴിയാതെ, സഹോദരങ്ങളെ വേണ്ടും പോലെ സ്നേഹിക്കുകയോ കരുതുകയോ ചെയ്യാതിരിക്കെ നിങ്ങൾ വളരെ പ്രാർത്ഥനക്കാരാണെന്ന്, വളരെ വിശ്വസ്തത കാണിക്കുന്നു എന്ന് സമൂഹത്തിന്റെ മധ്യത്തിൽ തെളിവായി വ്യക്തമായി ശരീരം കൊണ്ട് നിങ്ങൾ മുഖഭാവം വ്യക്തമായി ചിത്രീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിങ്ങളിൽ നഷ്ടപ്പെടുന്ന ചില മൂല്യങ്ങളുണ്ട്. അത് കരുണയാണ്, വിശ്വസ്തതയാണ്, ന്യായമാണ് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ പരീശന്മാരെ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ് എന്തുമാത്രം ശക്തിയോടാണ് ശാസിക്കുന്നത് നിങ്ങൾക്കറിയാമോ? പരീശന്മാർ ഹൃദയങ്ങളല്ല, പരീശന്മാരിലുള്ള യഥാർത്ഥ ഹൃദയങ്ങളെ ഇവിടെ തിരിച്ചറിയുന്നു. അവർ അധരങ്ങളാൽ ദൈവത്തെ അനുഗമിക്കുകയാണ്. അധരങ്ങളാൽ, ഹൃദയം കൊണ്ടല്ല. അവർ വിശുദ്ധ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്, പക്ഷേ അവർ മരിച്ച ഹൃദയങ്ങളാണെന്നാണ് ഇവിടെ വചനം ഓർമ്മിപ്പിക്കുന്നത്. എത്ര യോഗ്യമായ വസ്ത്രം,
എത്ര ശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ, പദവികൾ അലങ്കരിക്കുന്നു. പക്ഷേ അവിടെ ഹൃദയമെന്ന് പറയുന്നത് വളരെ ദൂരെയാണ്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ കൊലപാതകം ഒഴിവാക്കിയാൽ മാത്രം പോരാ, നിങ്ങളിൽ കോപം വെച്ചു പുലർത്തുന്നുണ്ടോ എന്നാണ് യേശു ചോദിക്കുന്നത്. വ്യഭിചാരം ഒഴിവാക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ കാമത്തോടെ നോക്കുന്നുണ്ടോ എന്നാണ് യേശു ചോദിക്കുന്നത്. പാപം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ വെറും ഒരു പ്രവൃത്തിയല്ല, ത്തിന്റെ ഒരു ദിശാബോധമാണ്. ഓക്കെ, ഇവിടെ തിരുവനന്തപുരത്ത് എന്താണ് പറയുന്നത്? 18-ാം വാക്യത്തിൽ എല്ലാം പൂർത്തിയാകുന്നതുവരെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ പോലും എന്ത് ചെയ്യത്തില്ല, ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ വരവ് എന്തുകൊണ്ട് താമസമാകുന്നു? നമ്മളിൽ ചിലരൊക്കെ ദൈവത്തെ അറിയാനുണ്ട്, യേശു ക്രിസ്തുവിനെ രുചിച്ചറിയാനുണ്ട്. ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ദൈവവചനത്തിന്റെ ആഴമേറെ സത്യങ്ങൾ ഇനി ഗ്രഹിക്കാനുണ്ട്. നമ്മളിൽ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. അവരൊക്കെ എവിടെ എത്തിയെന്ന് പോലും നമുക്കറിയത്തില്ല. ചിലരൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിലും അവരൊക്കെ ചേർന്ന് നിന്നോ എന്നൊന്ന് വിചിന്തനം ചെയ്യുക. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഒരു നിമിഷങ്ങളൂടെ ദൈവത്തെ ഒന്ന് അറിയാൻ വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നു. കുറച്ചുകൂടെ ദൈവത്തിന്റെ ആഴങ്ങളെയും സത്യങ്ങളെയും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അവസരം ലഭിക്കുന്നു. എബ്രായ ഭാഷയിലെ ഏറ്റവും ചെറിയ അക്ഷരമാണ് ഹല്ലേലൂയ. ആമേ. ഒരു അക്ഷരത്തിലെ ഒരു ചെറിയ അടയാളമാണ് ആമേ പുള്ളി എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം അതിന്റെ വള്ളി ആയാലും പുള്ളി ആയാലും ഈ ഏറ്റവും ചെറിയ അക്ഷരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു, ദൈവവചനത്തിൽ നിന്ന് ഇവയെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും ജനിക്കുന്ന ആ സമയം മുതൽ അവന്റെ മരണം വരെയും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. ആ വചനത്തിലെ സത്യങ്ങൾ അനുസരിച്ച് മതിയാകിയുള്ളൂ, പ്രമാണത്തെ അനുസരിച്ച് മതിയാകിയുള്ളൂ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ കഴിയുകയില്ലെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനം എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ്. അത് വിശ്വസനീയമാണ്, ശാശ്വതമാണ്. അതിന്റെ ഓരോ ഭാഗവും പ്രധാനമാണ്. ചെറുതായി തോന്നുന്ന ഭാഗങ്ങൾ പോലും വളരെ അർത്ഥമുള്ളതാണ് എന്ന് ഈ തിരുവചനം നമ്മോട് സംസാരിക്കുക. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ലോകം മാറിയേക്കാം, ആളുകൾ ദൈവത്തെ മറന്നേക്കാം, എന്നാൽ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് ഇന്ന് രാത്രിയിൽ നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ തുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ജീവിതം. നമ്മുടെ ഒരു ചിന്തയുണ്ട്, ഞാൻ ഏതാണ്ടൊക്കെ പെർഫെക്റ്റ് ആണെന്ന്. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ അപകടത്തിലാണ്. നമ്മൾ ഒന്നുകൂടെ ദൈവം മുമ്പാകെ ഒന്ന് അടുത്തു വരണം. കർത്താവേ, എന്റെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം, എന്റെ കുടുംബത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം, എന്റെ ഭവനത്തിലുള്ളവരെ മാത്രമല്ല, എന്റെ സഹപാഠികളെ, എന്റെ സ്നേഹിതരെ, എന്റെ അയൽവാസികളെ, എന്റെ സമൂഹത്തെ ഒന്ന് രൂപപ്പെടുത്തണം. അതിന് എന്നെ ദൈവം സഹായിക്കണം. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം എന്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരം നൽകുമ്പോൾ തന്നെ അത് അനേകരിലേക്ക് രൂപാന്തരം നൽകണം. ചില കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന് സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അതായത് ദൈവത്തിന്റെ ഒരു ചെറിയ കൽപ്പന പോലും നിങ്ങൾ അവഗണിക്കുകയും മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്താൽ ദൈവരാജ്യത്തിൽ നിങ്ങളെ കുറഞ്ഞവനായി കാണുമെന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ നിങ്ങൾ അനുസരിക്കുകയും മറ്റുള്ളവരെ അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളെ തന്റെ രാജ്യത്തിൽ വലിയവനാക്കും. അതായത് രണ്ടു തരം അധ്യാപകനെ കുറിച്ചാണ് പറയുന്നത്. ചിലർ അനുസരണം പ്രശ്നമല്ലെന്ന് പഠിപ്പിക്കുന്നു, ചിലർ അനുസരണം പ്രശ്നമല്ലെന്ന് പഠിപ്പിക്കുന്നു. അത് അപകടകരമാണ്. മറ്റു ചിലർ ദൈവത്തിന്റെ കൽപ്പനകൾ ജീവൻ നൽകുന്നതാണെന്ന് പഠിപ്പിക്കുന്നു. അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. മനസ്സിലാക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുക, ഒരു മാതാപിതാക്കൾ ഒരു കുട്ടിയെ അല്പം മാത്രം കള്ളം പറയുന്നത് ശരിയാണെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി ഒരിക്കലും കള്ളങ്ങളെ ഭയപ്പെടാതെ വളർന്നേക്കാം. എന്നാൽ മറുവശം ചിന്തിക്കുക, എന്നാൽ സത്യസന്ധത പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിനായി ഒരു ഹൃദയത്തെയാണ് പരിശീലിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു വരട്ടെ, നമ്മുടെ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നോട്ടങ്ങൾ കൊണ്ടോ കൊടുക്കൽ ഇടപാടുകൾ കൊണ്ടോ നാം നിസാരമായി കാണുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ അപകടമുണ്ടാക്കുമെന്ന്. അതുകൊണ്ട് വാക്കിലും കൊടുക്കലും ചിന്തയിലും നിരൂപണത്തിലും പ്രവൃത്തിയിലുമല്ല
നിസ്സാരമായി കാണാതെ അതിന്റെ സത്യസന്ധതയും അതിന്റെ മഹാത്മ്യത്തെയും അതിന്റെ ദൈവിക മഹത്വത്തെയും ഗ്രഹിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കും. വിശുദ്ധ കരങ്ങളിൽ ഒരിക്കൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവരാജ്യം ഭാഗ്യമായ ഒന്നല്ല പ്രിയമുള്ളവരെ. ദൈവരാജ്യം എന്ന് പറയുന്ന ആന്തരികമായുള്ള ഒരു നീതിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാട്ട്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ള ഒരു ഹൃദയത്തെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തകർന്നും നുറുങ്ങിയുമായ ഒരു ആത്മാവിനെയാണ് കർത്താവിന് ആവശ്യം. തകർന്നും പശ്ചാത്താപിക്കുന്നതുമായ ഒരു ഹൃദയമാണ് നമുക്ക് ആവശ്യം. കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ടോ? അപ്പൊ ന്യായപ്രമാണത്തിലെ ഏറ്റവും ചെറിയ വിശദാംശം പോലും, എബ്രായ ഭാഷയിൽ ഈ ന്യായപ്രമാണത്തിൽ ഏറ്റവും ചെറിയ അക്ഷരം എന്ന് പറയുന്നത് യോദ് എന്നൊരു പദമാണ്. ദൈവമക്കൾ മനസ്സിലാക്കണം, ഒരു വള്ളിക്കായാലും പുള്ളിക്കായാലും അതിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന്. അങ്ങനെ മാറ്റം വരുത്തിയാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ സ്ഥിരത ഇവിടെ വ്യക്തമാക്കുന്നു. സങ്കീർത്തനം 119 അധ്യായം 59 വചനം പറയുന്നു, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. അപ്പൊ സ്ഥിരമായ ഒന്നാണ് എന്ത്? ദൈവത്തിന്റെ വചനം. സംസ്കാരം എത്ര തന്നെ വളർന്നാലും, ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ എത്രയൊക്കെ തന്നെ മാറി മറിഞ്ഞാലും, ദൈവവചന സ്ഥിരതയോടെയാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ലോകത്തിന്റെ മോഹങ്ങളോ അല്ലെങ്കിൽ ലോകത്തിന്റെ ചിന്തകളോ ലോകത്തിന്റെ അറിവുകളോ ജ്ഞാനങ്ങളോ നമ്മുടെ സ്വഭാവത്തെ ഒരുപാട് ദൈവത്തിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ നാം എപ്പോഴും ഒരു മനുഷ്യനാണെന്നുള്ള ചിന്ത പരിഗണിക്കണം. നാം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ള ചിന്ത പരിഗണിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് പഴയ ചിന്താഗതിയാണ്, ഇപ്പോഴെല്ലാം പുതിയ ചിന്താഗതിയാണെന്ന് പറഞ്ഞ നിസ്സാരമായി ദൈവദിനത്തെ കാണാൻ കഴിയില്ല. ഇത് പണ്ട് നടക്കുമായിരുന്നു, ഇപ്പം ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റത്തില്ല. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എല്ലാവരും ദൈവത്തെ അനുസരിച്ച് മതിയാകിയുള്ളൂ. എല്ലാവരും ദൈവത്തിന്റെ വാക്കുകൾ കൈക്കൊണ്ടേ മതിയാകിയുള്ളൂ. അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താൻ പറ്റത്തില്ല. ദൈവവചനം പറയുന്നു, യേശുനാഥൻ പറയുന്നു, ഉവ്വ ഉവ്വ ഇല്ല ഇല്ല എന്നാണ്. അതുകൊണ്ട് കൊലപാതകം ചെയ്യരുതെന്ന് പറയുമ്പോൾ കോപം തുടങ്ങിയാൽ തന്നെ ദൈവവചനം പറയുന്നു, നീ കൊലപാതകം ചെയ്യുന്നു. സഹോദരനെ നിസ്സാര എന്ന് പറയുമ്പോൾ നീ അവൻ ദൈവത്തിന്റെ നീതിയുടെ മുമ്പാകെ നിൽക്കേണ്ടുന്നവനാണ്, ന്യായവിധിക്ക് യോഗ്യനാണ്. പ്രൈസ് ദി ലോർഡ്. നീ വ്യഭിചാരം ചെയ്തില്ലെങ്കിലും നിന്റെ കണ്ണ് തെറ്റായ നിലയിലേക്ക് പോകുമ്പോൾ നീ ദൈവത്തിന്റെ ന്യായവിധിക്ക് മുമ്പാകെ നിൽക്കേണ്ടുന്നവനാണ്. ഓക്കെ, ദൈവവചനം പറയുന്നു, നാം നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണം. ഉപവാസവും പ്രാർത്ഥനയും നല്ലതാണ്, ദാനധർമ്മങ്ങൾ നല്ലതാണ്, ദശാംശം കൊടുക്കുന്നതും ഓഫറിംഗ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ ഹൃദയം തൂക്കി നോക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. നാം കൊടുക്കുന്ന കണക്കേ പറയുന്നുള്ളൂ. പക്ഷെ കൊടുക്കുമ്പോൾ കണക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓർത്തുകൊള്ളണ, നമ്മളെ തൂക്കി നോക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. നാം വാക്കുകളിൽ അളന്ന് തിട്ടപ്പെടുത്തി സംസാരിക്കുന്നവരാണ്. നമ്മുടെ ഓരോ പ്രവൃത്തികളും അളന്ന് തിട്ടപ്പെടുത്തി പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ തിരിച്ചറിയുക, ദൈവത്തോട് നമ്മൾ എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന് നാം മനസ്സിലാക്കണം. ദൈവം പറയുന്നത്, നീ എല്ലാം അളന്ന് തൂക്കി കൃത്യതയോട് വ്യക്തതയോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷെ നിന്നിൽ കരുണ ഞാൻ കാണുന്നില്ല, നിന്നിൽ ദയ ഞാൻ കാണുന്നില്ല, നിന്നിൽ മനസ്സലിവ് കാണുന്നില്ല, നിന്നിൽ ഒരു അനുതാപ ഹൃദയം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു, കഠിന ഹൃദയമുള്ള പരീക്ഷന്മാരെക്കാളും ശാസ്ത്രിമാരെക്കാളും നീ വളരെ വളരെ ദൈവത്തോട് അടുത്ത മതിയാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഈ തിരുവെടുത്ത് നമ്മോട് സംസാരിക്കുക. വിശുദ്ധ കരങ്ങളിൽ ഒരിക്കൽ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവരെക്കാൾ നാം നീതിമാന്മാരായിരിക്കണം. നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയല്ല, അതിനപ്പുറത്ത് മാറിയ ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടാകണം. എല്ലാവരും നിയമങ്ങളെ പാലിക്കുന്നുണ്ട്, പക്ഷെ നിയമങ്ങൾ പാലിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ഹൃദയ നുറുക്കത്തോടെ, പശ്ചാത്താപ മനോഭാവത്തോടെ, താഴ്മയുടെയും വിനയത്തിന്റെയും എളിമയുടെയും സൗമ്യതയുടെയും മൃദുവായ തലങ്ങളിൽ നിന്നുകൊണ്ട് വേണം നിയമത്തെ പാലിക്കുവാൻ. എത്ര പേർക്ക് കാര്യങ്ങളെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, വചനം പറയുന്നു ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന ഒന്നാണ്. ആമേ. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് അധർമ്മികൾക്കുള്ളതല്ല. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് തകർന്നവർക്കുള്ളതാണ്. തകർന്ന ഒരു ഹൃദയമുണ്ടാകണം, മനസ്സലിയുള്ള ഒരു ഹൃദയമുണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിറവേറ്റിയിരിക്കുന്നു എന്നാണ് റോമാലേഖനം 13:10 പറയുന്നത്. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ്. ദൈവത്തിന്റെ സ്നേഹവും മാനുഷിക സ്നേഹവും ലോകപ്രകാരമുള്ള സ്നേഹവും വ്യത്യസ്തമാണ്. ഇവിടെ മാനുഷിക സ്നേഹം ലോകപ്രകാരമുള്ള സ്നേഹമല്ല ദൈവം ആവശ്യപ്പെടുന്നത്. പ്രത്യുത ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയണം, ദൈവത്തിന്റെ സ്നേഹം വളരണം, സത്യമെന്ന യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കണം, ദൈവിക സത്യം നമ്മളിൽ വെളിപ്പെടണം. യേശുക്രിസ്തു സ്നേഹനിധിയായ ദൈവമാണ്. അവന്റെ സ്നേഹം എങ്ങനെ വെളിപ്പെടുത്തി? സ്വന്തം ജീവനെ നൽകി വെളിപ്പെടുത്തി എന്നല്ലേ വചനം പറയുന്നത്. അവൻ ആരോടും വാദിക്കാനോ പ്രതികരിക്കാനോ പോയിട്ടില്ല. യേശുക്രിസ്തു കലഹിക്കുന്ന ഒരു വ്യക്തിയല്ല. യേശുക്രിസ്തു സമാധാനത്തിന്റെ പുത്രനാണ്. അതുകൊണ്ട് സ്നേഹം യഥാർത്ഥമായി നിവർത്തീകരിച്ചത് പ്രമാണമനുസരിച്ച് ക്രിസ്തുവാണ് എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. ദൈവവചനം പറയുന്നു സ്നേഹം ന്യായപ്രമാണത്തെ ഇല്ലാതാക്കുന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് അത് ജീവിക്കുന്നതാണ്. എന്റെ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് നിങ്ങൾ ലംഘിക്കുകയോ മറ്റുള്ളവരെ എങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടുമെന്നല്ല പറയുന്നത്. എന്നാൽ അവ പാലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ വലിയവനായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നവന് അതുപോലെ തന്നെ പാലിക്കുകയും ചെയ്യുമ്പോൾ അവൻ വലിയവനാണ്. എന്നാൽ ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവൻ അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ ചെറിയവനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു പഠിപ്പിക്കുന്നവൻ അവനെ പാലിക്കുവാനും തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ സ്വർഗരാജ്യത്തിൽ അവൻ വലിയവനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ നിന്നുള്ള അനുസരണത്താൽ ജീവിക്കുക. എല്ലാവരും എന്നോട് ചേർത്ത് പറഞ്ഞാട്ട്, സ്നേഹത്തിൽ നിന്നുള്ള അനുസരണത്തിൽ ജീവിക്കുക. സ്നേഹത്തിൽ നിന്നുള്ള അനുസരണത്തിൽ ജീവിക്കുക. ക്രിസ്തുവിനെ പിന്തുടരാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഓക്കെ, എന്റെ സമയം തീരാറായി. അതുകൊണ്ട് നമ്മുടെ വചനം എന്താ? ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് സ്നേഹവും കരുണയും നീതിയും വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവവചനം എന്ന് പറയുന്നത് ആകാശത്തെക്കാളും ഭൂമിയെക്കാളും ശാശ്വതമാണ്. പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞു വീഴും, നക്ഷത്രങ്ങൾക്കൊക്കെ മങ്ങലുകൾ സംഭവിക്കും. എന്ന ദൈവവചനം എന്ന് പറയുന്നത് ഒരിക്കലും ഇളകാത്തതാണ്, അത് നിലനിൽക്കുന്നതാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ വാക്കുകളിൽ നമുക്ക് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുക. ദൈവത്തിന്റെ നിയമത്തിനകത്ത് ജീവനുണ്ടെന്ന് തിരിച്ചറിയുക. ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് കരകവിഞ്ഞുന്ന ഒഴുകുന്ന നമ്മുടെ ജീവിതത്തെ ജീവിപ്പിക്കുന്ന എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു ആത്മാവാണെന്ന് ഗ്രഹിക്കുക. ദൈവ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന കരുണയും നീതിയും ഒക്കെ സംഭവിക്കും. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം ഒന്ന് പഠിക്കണം. ഹല്ലേലൂയ. അവിടെ വ്യഭിചാരിണിയായ ഒരു സ്ത്രീ വരുന്നുണ്ട്. വ്യഭിചാരിണിയായ ഒരു സ്ത്രീ വരുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ആ സ്ത്രീയോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ന്യായപ്രമാണം നിർത്തലാക്കിയില്ല. അവൻ അത് ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ട് നിറവേറ്റിയത്. എങ്ങനെയാണെന്ന് അറിയാമോ? ആ സ്ത്രീയോട് പറഞ്ഞു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ല. അപ്പൊ ന്യായപ്രമാണം അനുസരിച്ച്, മോശയുടെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ന്യായപ്രമാണം പറയേ ആരും അവളെ കുറ്റം വിധിച്ചില്ല, അവളെ കല്ലെറിഞ്ഞു കൊന്നില്ല. കാരണം എന്താണ്? ക്രിസ്തുവിലുള്ള കരുണ അവിടെ വെളിപ്പെട്ടു. യേശു ക്രിസ്തുവിൽ അവളുടെ ജീവിതത്തിൽ നേരിട്ട പാപത്തിന്റെ പരിണത ഫലം യേശു സഹിച്ചു. അതാണ് നീതി. അപ്പൊ ക്രിസ്തുവിൽ കരുണ വെളിപ്പെട്ടു, ക്രിസ്തുവിൽ നീതി വെളിപ്പെട്ടു. അപ്പൊ കരുണയും നീതിയും ഒരുപോലെ വെളിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ആ വ്യഭിചാര സ്ത്രീയുടെ ഹൃദയത്തിൽ രൂപാന്തരം സംഭവിച്ചു. യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറയുന്നു, പോക, ഇനി മേലിൽ എന്ത് ചെയ്യരുത്,
പാപം ചെയ്യരുത്. ഇനി മേലിൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. പ്രിയമുള്ള ദൈവമക്കളെ, എന്നിലും നിങ്ങളിലും കരുണയും നീതിയും ഒരുപോലെ വെളിപ്പെടാൻ തയ്യാറായ നമുക്ക് രൂപാന്തരം ഉണ്ടാക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് രൂപാന്തരം ഉണ്ടാകും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നമ്മോട് പ്രതികാരം ചെയ്യാൻ വരുന്നവനോട് നാമും പ്രതികാരം ചെയ്താൽ നഷ്ടപ്പെടുന്നത് കരുണയും നീതിയുമാണ്. നമ്മെ സ്നേഹിക്കാത്തവരോട് ആമേൻ ഞാനും സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് കരുണയും നീതിയുമാണ്. നമ്മളെ വെറുക്കുന്നവർക്ക് വേണ്ടി ആമേൻ ഞാനും ഇനിയും വെറുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് കരുണയും നീതിയുമാണ്. അതുകൊണ്ട് കരുണയും നീതിയും ഒന്നുപോലെ നമ്മളിൽ വെളിപ്പെട്ടാൽ മാത്രമേ നമുക്കും സമാധാനം ഉണ്ടാകുകയുള്ളൂ, മറ്റുള്ളവർക്കും സമാധാനം ഉണ്ടാകുകയുള്ളൂ. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഈ ദൈവവചനം എന്ന് പറയുന്ന പഴയ നിയമ ഗ്രന്ഥത്തിലെ നിയമങ്ങൾ ഒന്നൊന്നായി ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലാക്കും എന്ന് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. ഇതുവരെ നിങ്ങൾ പുസ്തകത്തിലെ താളുകളിലെ കണ്ടിട്ടുള്ളൂ. കൊല്ലരുതെന്നും വ്യഭിചാരം ചെയ്യരുതെന്നും മോഷ്ടിക്കരുതെന്നും അന്യ ദൈവങ്ങളെ സേവിക്കരുതെന്നും ഒക്കെ നിങ്ങൾ പുസ്തകത്തിലെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങളത് പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ദൈവവചനമെല്ലാം നമ്മുടെ ഉള്ളിലാക്കും, നമ്മുടെ ഹൃദയത്തിലാക്കും. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയം ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുക്കണം. പിതാവേ, അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ പതിയണമേ. അവിടുത്തെ വചനത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. അവിടുത്തെ വചനം എന്റെ കണ്ണുകളെ രൂപാന്തരപ്പെടുത്തണമേ. അവിടുത്തെ വചനം എന്റെ കൈകാലുകളെ രൂപാന്തരപ്പെടുത്തണമേ. അവിടുത്തെ വചനം എന്റെ ഹൃദയത്തെ, ശരീര അവയവങ്ങളെ എല്ലാം രൂപാന്തരപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ രാത്രി സമർപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയണം. നമ്മൾ മസിൽ പിടിച്ചിരിക്കരുതേ. ഇത് അപകട മേഖലയാണ്. എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി നിൽക്കരുത്. ഒന്ന് ഫ്രീഡം ആകണം, ഒന്ന് സ്വതന്ത്രമാകണം. നമുക്കൊന്നും അറിയില്ല എന്നുള്ള ചിന്തയിലേക്ക് വരണം. യേശുവേ നാഥാ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പറയണം. അതുകൊണ്ട് വചനം പറയുന്നു, പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ ഒന്നൊന്നായി എഴുതപ്പെട്ട പ്രമാണമായിരിക്കെ അവ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ആത്മാവോ നമുക്ക് ജീവൻ നൽകുന്നു. നമ്മൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കാൻ ദൈവം പ്രാപ്തരാക്കിയിരിക്കുന്നു. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരാക്കാൻ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ആത്മാവിനെ അനുസരിച്ച് നടപ്പി. ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിന് അനുസരണമുള്ളവനായി ആത്മാവിനോട് ചേർന്ന് നിന്ന് ദൈവഹിതം ആരാഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും പാപത്തിന്റെ വേര് നമ്മുടെ ജീവിതത്തിൽ വളരാൻ അനുവദിക്കത്തില്ല. വിശുദ്ധകാര്യങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാണ്. ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്. ഇത് മണിക്കൂറുകളോളം നിന്ന് കേൾക്കേണ്ടുന്ന ഒരു ദൈവിക ആലോചനയാണ്. എങ്കിലും ഇത്രമാത്രം ഗ്രഹിക്കുക. എന്നിൽ കരുണയും നീതിയും വെളിപ്പെടണം. എന്നിൽ താഴ്മയും സ്നേഹവും ദൈവിക ക്ഷമയും വെളിപ്പെടണം. ആ ദൈവ രാജ്യത്തിന്റെ വളർച്ച എന്നിൽ ഉണ്ടാകണം. ഞാൻ ജഡികനാകാൻ പാടില്ല, ഞാൻ പാപിയാകാൻ പാടില്ല, ഞാൻ മോശക്കാരനാകാൻ പാടില്ല, ഞാൻ ദുഷ്ടനാകാൻ പാടില്ല, ഞാൻ അഹങ്കാരിയാകാൻ പാടില്ല, ഞാൻ തിന്മ പ്രവർത്തിക്കാൻ പാടില്ല. എനിക്ക് ദൈവത്തിന്റെ നീതി കരുണയും വെളിപ്പെടണം. എനിക്ക് ദൈവ പൈതലായി ജീവിക്കണം. എനിക്ക് നന്മ വെളിപ്പെടുത്തണം. എനിക്ക് ദൈവത്തിന്റെ കരുണയും സ്നേഹവും എന്നിൽ വെളിപ്പെടണം. ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ പൈതലിനോട് കൂടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിനും എല്ലാവരുടെയും ആ സമർപ്പണത്തിനും ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനം പഠിച്ച് ബലപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ഗോഡ് ബ്ലെസ് യു.